പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷികളായി നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിൽജ ബേബി. ഞാൻ പാവർട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ആത്മീയമായ ഉണർവുണ്ടായി. പരിശുദ്ധ അമ്മയെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഒന്നാമതായി നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്നായിരുന്നു. അതുപ്രകാരം എൻ്റെ ജീവിത പങ്കാളിക്ക് 40 വർഷത്തിലേറെയായി പുകവലി എന്ന ദുശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അമ്മ പറയുന്നതായി തോന്നി, ഇത് നിയോഗം വെക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണ്ണിൽ നോക്കി നീ ഈ നിയോഗം പറഞ്ഞാൽ മതി. ഭർത്താവിനോടും അതുപ്രകാരം ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കി ഇതൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ അത് സാധിച്ചു തരുമെന്ന്. ഞാൻ നിയോഗം വെച്ചില്ല, എങ്കിലും നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുക്കാറുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പുകവലി പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 2 വർഷത്തോളമായി നിശേഷം പുകവലിക്കുന്നില്ല. അതുമാത്രമല്ല, പുകവലിക്കുന്നവരുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ആൾക്ക് പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്. രണ്ടാമതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. മകന് വ്യക്തിപരമായ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിക്ക് ശേഷം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച് 7 ദിവസത്തോളം പ്രത്യേകമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള പരിശുദ്ധ മാതാവിൻ്റെ ഒരു തീർത്ഥകേന്ദ്രത്തിൽ ഞാനും മകനും രാത്രി പെരുന്നാൾക്ക് പോയപ്പോൾ ആ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ വെച്ച് അവൻ എന്നോട് അവൻ്റെ അലട്ടുന്ന പ്രശ്നം തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പറഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്തു. അവന് ആ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുകയുണ്ടായി. ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. മൂന്നാമതായി എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് കേസ് അവൻ മൂലം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പാസ്പോർട്ട് ലോങ് ടൈം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1 ഇയറിനാണ് പാസ്പോർട്ട് കിട്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അഭിഭാഷകയായ അമ്മയെ ഞങ്ങളുടെ കോടതി കേസുകളിൽ മേൽ കൃപയുണ്ടാകണമേ എന്ന് നിയോഗം വെച്ചിരുന്നു. 6 മാസത്തിനുള്ളിൽ ആ കേസ് ക്ലിയറായി കോമ്പൻസേഷൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുവാനും അവന് പാസ്പോർട്ട് ലോങ് ടൈമായി 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മോന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2021 മുതൽ 23-ലാണ് പരിശുദ്ധ അമ്മ എന്നെ ഈ ആലയത്തിലേക്ക് എത്താൻ കൃപ നൽകിയത്. അവന് അന്നേരം തന്നെ ജോലി ഒരെണ്ണം കിട്ടിയിരുന്നു. പിന്നീട് ഈ ജോലിയിൽ ഉന്നതി ഉണ്ടാവാനും വിശുദ്ധിയിലായിരിക്കാനും പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ഒരു ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അവൻ എന്നെ വിളിച്ച് പറയും, അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ എടുത്തു പറയുന്നത്, അവൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടേക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിയോഗം വെച്ചു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മകനെ ഉയർത്തണമേ എന്ന്. അവൻ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഇൻ്റർവ്യൂവിനും പറയും, വളരെ ടഫ് ഇൻ്റർവ്യൂ ആണ്, എങ്കിലും എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഭംഗിയായി 5 റൗണ്ടും അവൻ പാസ്സായി. ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ
തരാമെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകതയുണ്ട്. ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടിയില്ല. അവന് നിലവിലുള്ള ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഉച്ചയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവല്ലേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ജോലി അടുക്കളയിൽ പണിയായിരുന്നു. ഞാൻ കൈ കഴുകി വേഗം വന്ന് അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവനും ഒപ്പം വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ചൊല്ലിയത്. അവന് നെറ്റിയിൽ ഞാൻ ഫോണിൽ കുരിശ് വരച്ച് പേടിക്കേണ്ട എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ വെച്ച് ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ നല്ല അനുകൂലമായ വചനമാണ് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് അടിപൊളിയാട്ട, ഇപ്പം തന്നെ എനിക്ക് കോൾ വന്നു, ഓഫർ ലെറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയാനായി ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അന്നേരം ഈ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല, ജീവിത പങ്കാളി കൂടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ആ ഓഫർ ലെറ്റർ വെച്ച് അവൻ വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓഫർ ലെറ്റർ കിട്ടിയത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂർക്ക് മാറാൻ ആൾക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു തൃപ്തിയില്ലായിരുന്നു. അന്നേരം ഈ പൂനെയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് ഇതിനേക്കാളും കൂടുതൽ തുക നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ അവന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അവൻ അവിടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ വരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിച്ചത് പ്രകാരമാണ് ആ സീറ്റ് എൻ്റെ മോന് ജോലിക്കായി അമ്മ മാതാവ് ഒരുക്കി വച്ചിരുന്നത്. കഴിഞ്ഞ തവണ സാക്ഷ്യം പറയാതെ പോയത് അതിനേക്കാൾ ഉന്നതമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നന്നായി ഞാൻ മോനും വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാറ് മോനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അന്നേരമൊന്നും വിശ്വാസം അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻപേ പോകുന്ന ഒരു കാറ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അത് ഓവർടേക്ക് ചെയ്ത് അടുത്ത റോയിലേക്ക് വണ്ടി കയറ്റി നിർത്താൻ പറ്റി. എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവനോടനടി ആ സ്റ്റിയറിങ്ങിൽ തല വെച്ചിട്ട് പറഞ്ഞു, ആരോ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മാറ്റി, എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് അമ്മ മാതാവിൽ കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണെന്ന്. അടുത്തതായി എൻ്റെ സ്വന്തമായ ഞാൻ ജനിച്ചു വളർന്ന വീട് 21 വർഷത്തോളമായി അപ്പച്ചൻ പണിത വീട്ടിൽ ആങ്ങള താമസിക്കുന്നില്ല. അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരു ഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ എന്ന്. സങ്കീർത്തനത്തിലെ ആ ഭാഗം, ബൈബിൾ ഭാഗം പുനരുദ്ധരിക്കണമേ എന്നുള്ള ഭാഗം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ആ വീടിൻ്റെ പുനരുദ്ധാരണം നടന്ന്, പുനരുദ്ധാരണം എന്നല്ല, ഒത്തിരി വലിയ വീടാക്കി വളരെയധികം സൗകര്യത്തോടു കൂടി അവനത് പുനരുദ്ധരിക്കുകയും അവിടേക്ക് താമസം മാറ്റുകയും മക്കളെയെല്ലാം ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഇനി ഒരു അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാകട്ടെ പെരുന്നാളാകട്ടെ എന്തിനായാലും അവിടെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നു ചേരാനുള്ള കൃപ ലഭിച്ചു. ഞങ്ങൾക്ക് 3 വർഷത്തോളമായി ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ്, കൊറോണ കാലത്തിന് മുൻപ് ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹം. കട ഉണ്ട്. ആൾക്ക് 2015 ഒരു ആക്സിഡൻറ്റ് പറ്റി 3 വർഷത്തോളമായിട്ട് കിടപ്പായിരുന്നു. ദൈവമാതാവിൻ്റെയൊക്കെ പ്രത്യേക സംരക്ഷണത്താലാണ് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയത്. അവിടെ നിന്ന് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ലോട്ടറി കട നടത്തുകയായിരുന്നു. അപ്പോൾ മോന് വരുമാനമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ അപ്പച്ചനെ ഒരു കടയിട്ട് ഇരുത്തണമെന്ന് അവൻ ആഗ്രഹമുണ്ടായി. ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ 3 വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഉടമ്പടിയിൽ വച്ചില്ലെങ്കിൽ തന്നെയും മാതാവ് അതിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ ഒരു ചെറിയൊരു കട തുടങ്ങുവാനും അതിൽ ഇന്നും നല്ല വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ തിരുസ്വരൂപം ആ കടയിൽ പ്രതിഷ്ഠിക്കുകയും ഉപ്പും തേനും ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ ആ കട മുന്നോട്ട് പോകുന്നു. ഈ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും
വിഷമം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ അടുത്തുള്ളവർ രോഗികളാണെന്ന് കേട്ടാൽ ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ ഓടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കും. അവർക്ക് ഞങ്ങൾക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കൃപാസന പത്രമെല്ലാം അവിടെ കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ട്. കൂടാതെ തൃശ്ശൂർ പീസ് ഹോമുണ്ട്. വളരെയധികം തളർന്ന് വർഷങ്ങളോളം കിടപ്പായിട്ടുള്ള രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് തന്നെയല്ല, അവരുടെ വായിൽ നിന്ന് പറയുന്ന സംസാരം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് അവരുടെ അവസ്ഥയിലും അവർ നന്ദി പറഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ അതും കൂടി എനിക്ക് പഠിക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അവർക്ക് പഴയ വസ്ത്രങ്ങളൊക്കെ, തുണികൾ അവർക്ക് നല്ലോണം വേണം. എല്ലാ ആവശ്യങ്ങളും ബെഡിൽ കിടന്നായതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തുണികൾ മറ്റുള്ളവരെ നിന്നൊക്കെ ശേഖരിച്ചും എൻ്റെ കയ്യിലുള്ളതും ഞാൻ ബസ് കയറി പോയി അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വെട്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെല്ലാം അസിസ്റ്റേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കും. പിന്നെ ആൾക്ക് ഈ ആക്സിഡൻറ്റ് മൂലം ഒരുപാട് സ്റ്റിറോയിഡുകളും മരുന്നുകളും കയറി കരൾ രോഗം ബാധിച്ചു. അത് 2023 തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കരൾ രോഗം ഗ്രേഡ് 3 ആണ്. എങ്കിലും 6 മാസം കൂടുമ്പോഴുള്ള എൻഡോസ്കോപ്പിയും 1 വർഷം കൂടുമ്പോഴുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്യുമ്പോഴും 50% ഡാമേജ് ആയ കരളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഓരോ തവണയും ഡോക്ടേഴ്സ് നോക്കിയിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയാറ്. നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ അമ്മയുടെ കാശ് രൂപം കുറച്ച് വാങ്ങിക്കൊണ്ട് പോകും. അത് അർഹതപ്പെട്ടവർക്ക്, കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് OPയിൽ പോകുമ്പോഴും ഒരാളെയെങ്കിലും എനിക്ക് പ്രത്യേകമായി അമ്മ കാണിച്ചു തരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിലെ ആരാധനയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്ത് നിരന്തരം ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അനുദിന ശുശ്രൂഷ, ഇവിടുത്തെ പ്രാർത്ഥന, ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നല്ല അതിന് മുൻപേ തന്നെ ഉണ്ടായെന്ന് പറയാം. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് ഫാത്തിമ മാതാവിനോടുള്ള ഒരു പ്രതിഷ്ഠാ ജപം ചൊല്ലിയിട്ടാണ്. ആ ജപം ഇന്നും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ ജീവിത പങ്കാളി ഇന്ന് ജീവനോടെ ഈ ആൾത്തറയിൽ പോലും നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ സംരക്ഷണം അത്രമേലുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് 22 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ് അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ. 45 ദിവസം കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം വാങ്ങി തന്നതാണ്. വിശുദ്ധ യൗസേപ്പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിലും ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 1 പത്രോസ് 2:2 രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. ഷിൽജ ബേബി എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിത സാക്ഷ്യാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. സഹോദരി സൂചിപ്പിച്ചത് സഹോദരിക്കും മകനും ജീവിത പങ്കാളിക്ക് ലഭിച്ച ഓരോ അനുഭവങ്ങളെയാണ്. മകൻ്റെ വിശ്വാസ വളർച്ചയെ പ്രത്യേകമായിട്ട് സഹോദരി എടുത്തു പറഞ്ഞു. പലപ്പോഴും അമ്മയുടെ മാതാവ്, കൃപാസന മാതാവിനെ അവൻ അങ്ങനെ ആണ് സ്ഥിരം വിളിച്ചിരുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു. എല്ലായിടത്തും മാതാവ് ഉള്ളതല്ലേ, എങ്കിൽ അമ്മയുടെ മാതാവിനൊരിക്കൽ ഇത്ര ദൂരം തൃശ്ശൂർ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഒരു മനസ്സ് മകനെക്കുറിച്ച് അമ്മ സൂചിപ്പിക്കുന്നുണ്ട്.
എന്നാൽ അമ്മ പറയുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മകന് ലഭിച്ചുകൊണ്ടാണ് മകൻ ജീവിതത്തെ ഇന്ന് നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അത് ഒരു കൃപാസനത്തിലേക്ക് വരുന്ന വഴിയിലുണ്ടായ ഒരു വാഹന അപകട സമയത്ത് ആ വണ്ടി ആരോ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു നിർത്തിയതുപോലെ എല്ലാ ക്ലേശവും ഒഴിവാക്കി സുരക്ഷിതമായി ആ വാഹനത്തെ സംരക്ഷിച്ചത് മകൻ്റെ അനുഭവത്തിലുണ്ടായത് സാക്ഷ്യപ്പെടുത്തി. മകൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടപ്പോൾ അവൻ പിന്നീട് ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും കൃത്യമായിട്ടും വീട്ടിൽ വിളിച്ച് അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ കൃപാസന മാതാവിൽ അവനുള്ള വിശ്വാസത്തെയും ശരണത്തെയും ഉറപ്പിച്ചുകൊണ്ട് അവൻ പങ്കെടുക്കുകയും ജോലി നേടുകയും ചെയ്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളി പ്രത്യേകം പറഞ്ഞിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം എൻ്റെ പുകവലി ശീലം മാറുന്നതിന് വേണ്ടി വെക്കണമെന്ന്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ മാതാവ് അത് നിയോഗത്തിൽ വെക്കേണ്ട, എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഒരു സൂചന, ഒരു സന്ദേശം കൈമാറുന്നു. അമ്മയോട് അതുപോലെ തന്നെ ചെയ്യുന്നു. അമ്മയുടെ ജീവിത പങ്കാളിയുടെ പുകവലി മാറുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഉടമ്പടി എടുത്ത് തിരികെ പോകുന്നു. ഇന്ന് സഹോദരൻ പുകവലിയില്ല, പുകമണം കേൾക്കുന്നത് പോലും എത്ര അസ്വസ്ഥത ഉളവാക്കുന്നുവെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കുന്നതും നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധമായ, കൂടുതൽ ദൈവകൃപയുള്ള, കൂടുതൽ സമാധാനമുള്ള, ഏതൊരവസരത്തിലും നമ്മളെ കൈവിട്ടു പോകാത്ത ദൈവിക സംരക്ഷണം അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ്. നമുക്ക് ആകുലതയുടെ ദിനങ്ങളുണ്ടാവാം, എന്നാൽ ആശ്വാസത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടാവും. നമുക്ക് പരിശ്രമങ്ങൾ ആവശ്യമുള്ള മേഖലകളുണ്ടാവാം, എന്നാൽ അതിൽ വിജയം തരുന്ന കർത്താവ് കൂടെ നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. നാം ചില നേരങ്ങളിൽ നമ്മളിൽ തന്നെ പ്രതീക്ഷയില്ലാതെ നമ്മുടെ മെറിറ്റ് മുഴുവനും 0 or മൈനസ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം. എന്നാൽ കൃപയുടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മെറിറ്റ് നോക്കാതെ അനുഗ്രഹിക്കുന്നത് സൗജന്യമായി നാം നേടുന്നത് നമുക്ക് കാണാനാവും. മകൻ്റെ ജോലിയുടെ വിഷയത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ ഒരു കട തുടങ്ങിയ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യങ്ങൾ സാധാരണ പോലെ തുടങ്ങി, എന്നാൽ അമ്മ മാതാവ് ഓരോന്നിനെയും അനുഗ്രഹിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിനും മേന്മയ്ക്കുള്ള വിഷയമായി മാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. സഹോദരൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റിക്കൊടുത്തതിന്, മകന് ജോലി നൽകി ജീവിതം സുരക്ഷിതമാക്കിയതിന്, ഭവനത്തിന് സമാധാനം നൽകിയതിന്, പ്രാർത്ഥനയിൽ ഐക്യത്തിൽ അമ്മ മാതാവിനോട് ജീവിതം കൊടുത്തുകൊണ്ട് ജീവിത ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള അനുഭവങ്ങളും സന്ദേശങ്ങളും കുടുംബത്തിന് കൈമാറിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.